The next topic is about fluid statics and അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് പ്രഷർ ആൻഡ് മെഷർമെൻ്റ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക്സിലാണെന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്. അപ്പം ഇതുപോലെ റെസ്റ്റിലിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷർ വേരിയേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഗിവൻ ബൈ ദി ഫോർമുല P = ρgh. H എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ഓഫ് വാട്ടർ ആണ്. അതായത് ഇപ്പം ഇത്രയാണ് ടോട്ടൽ ഹെഡ് എങ്കിൽ ഇതിൽ പല പൊസിഷനുണ്ട്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഹെഡ് ഓഫ് വാട്ടർ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രഷർ 0 ആയിരിക്കും. ആൻഡ് താഴോട്ട് ഹെഡ് കൂടിക്കൂടി വരും തോറും ഈ ബോട്ടമിലോട്ടുള്ള പ്രഷറിൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല P = ρ × G × H, where ρ is the density of the fluid, G gravity constant and H is the head of water. Now നമ്മൾ പ്രഷറിൽ അറിയേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് പ്രഷർ. അതായത് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് ഒരു വൈ ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് സീറോ പ്രഷർ നമ്മൾ എക്സ് ആക്സിസിലും എടുക്കുന്നു. സോ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിന് ഒരു പ്രഷർ ഉണ്ടാവും. ദാറ്റ് പ്രഷർ ക്യാൻ ബി ഡിനോട്ടഡ് ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ എനി പ്രഷർ ഹയർ ദാൻ ദിസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് ഗേജ് പ്രഷർ. അപ്പം നമ്മളിപ്പോൾ ഒരു ടയറിലൊക്കെ കാറ്റടിക്കുന്ന കംപ്രസേഴ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കംപ്രസേഴ്സിനകത്തൊക്കെ നമ്മൾ എയർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അറ്റ് എ വെരി ഹൈ പ്രഷറാണ്, അല്ലെങ്കിൽ പ്രഷർ ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. സോ എനി പ്രഷർ ഹയർ ദാൻ ദാറ്റ്, അപ്പോൾ അതിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്യുപ്മെൻറ്റ് ഈ ഒരു ഡിവൈസിൽ വെച്ച് പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്ര പ്രഷറാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് കൂടുതൽ ഈ ടാങ്കിനകത്തുള്ളത്, അങ്ങനെ കിട്ടുന്ന പ്രഷറിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ അബ്സല്യൂട്ട് പ്രഷർ അറിയാനായിട്ട് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം അബ്സല്യൂട്ട് സീറോ. സോ അബ്സല്യൂട്ട് പ്രഷർ ഫോർ ഗേജ് പ്രഷർ ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഗേജ് പ്രഷർ അറിയാം, അതിനെ അബ്സല്യൂട്ട് പ്രഷറിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ആഡ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ടു ഇറ്റ്. ആൻഡ് നൗ എനി പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കോൾഡ് വാക്വം പ്രഷർ. സോ വാക്വം പ്രഷർ എന്ന് പറയുന്നത് നോട്ട് നെസസറിലി സീറോ പ്രഷർ. എനി പ്രഷർ ലെസ് ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആവുന്ന കണ്ടീഷനെ തന്നെ നമുക്ക് വാക്വം പ്രഷർ എന്ന് പറയാം. സപ്പോസ് നമ്മൾ ഒരു കിണറുണ്ട്, അതിൻ്റെ താഴെ നമ്മൾ വെള്ളം സക്ക് ചെയ്ത് മേളിലോട്ട് എടുക്കുമ്പോൾ അതിൽ വരുന്ന സക്ഷൻ പൈപ്പിൽ ഒരു നെഗറ്റീവ് ഹെഡ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രഷറിനെ നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷറിൽ നിന്ന് താഴെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന നെഗറ്റീവ് പ്രഷർ കാരണമാണ് വാട്ടർ അതിനകത്തോട്ട് കയറുന്നത്. നമ്മൾ സ്ട്രോയിൽ നിന്ന് ജ്യൂസ് കുടിക്കുമ്പോഴും സെയിം എഫക്റ്റ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന വാക്വം പ്രഷർ എത്ര അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് കുറവാണ്, സോ ദാറ്റ് ഈസ് കോൾഡ് വാക്വം പ്രഷർ. ആൻഡ് അതിൻ്റെ അബ്സല്യൂട്ട് അറിയാനാണെങ്കിൽ നമ്മൾ ടോട്ടൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് വാക്വം പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. സോ നമ്മൾ 3 ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇവിടെ അറിഞ്ഞിരിക്കുക: ഗേജ് പ്രഷർ, വാക്വം പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. ആൻഡ് ഇതുപോലത്തെ ഈ വേരിയസ് പ്രഷേഴ്സ് മെഷർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഡിവൈസസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഒരു ഡിവൈസാണ് മാനോമീറ്റർ. അപ്പം മാനോമീറ്ററിന് തന്നെ നമുക്ക് സെവറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് യൂട്യൂബ് മാനോമീറ്ററാണ്. ആ യൂട്യൂബ് മാനോമീറ്ററിൻ്റെ 3 ക്ലാസിഫിക്കേഷനാണ്: സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ, ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ ആൻഡ് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. അപ്പോൾ ഈ മാനോമീറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്കൊരു പൈപ്പിനകത്തുള്ള പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് വിൽ സീ അബൌട്ട് എ യൂട്യൂബ് മാനോമീറ്റർ. അപ്പോൾ ബിഫോർ ഗോയിങ് ടു ദിസ് മാനോമീറ്റർ സ്റ്റഡി ആൻഡ് ഹൗ ഇറ്റ് മെഷർ പ്രഷർ, വേറൊരു ടെക്നിക്കൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. അതായത് നമ്മളൊരു ബോട്ടിലെടുക്കുന്നു, ഫിൽഡ് ബോട്ടിലാണ്, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നു. സപ്പോസ് ഇത് അതിൻ്റെ ബോഡി കംപ്ലീറ്റ്ലി കവേർഡ് ആണെങ്കിൽ നമുക്ക് ഈ ബോട്ടിലിനകത്ത് എത്ര എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ എത്ര ഹെഡ്, അതിനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്, വെള്ളം ഏത് ലെവൽ വരെ ഉണ്ട്, അപ്പോൾ എത്ര ഹെഡ് ഓഫ് വാട്ടറാണ് അതിനകത്തുള്ളതെന്ന് നമുക്കറിയുന്നില്ല. അപ്പം അത് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ട്യൂബ് നമുക്കൊരു അപ്പാരറ്റസ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഈ ഒരു നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ അറിയാത്തൊരു ബോട്ടിലും ഉണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് ട്യൂബും ഉണ്ട്. നമുക്ക് എങ്ങനെ ഇതിൻ്റെ ലെവൽ അറിയാൻ പറ്റും? നമ്മൾ ഈ ട്യൂബിനെ അതിൻ്റെ ബോട്ടത്തിലോട്ട് കണക്ട് ചെയ്യുക.
എന്നിട്ട് നമ്മൾ ഈ ട്യൂബിനെ നമ്മൾ മേളിലോട്ട് പൊക്കുക. ഇവിടെ ഇത്രയാണ് വാട്ടർ ഉള്ളതെങ്കിൽ ഈ ട്യൂബിലും ഇതേ ലെവലിൽ വാട്ടർ ഇതിനകത്ത് റൈസ് ചെയ്ത് വരും. ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. സോ ഇതേ എക്സ്പെരിമെൻ്റ് യൂസ് ചെയ്താണ് നമ്മുടെ യൂട്യൂബ് മാനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പൈപ്പ് കൺസിഡർ ചെയ്യുക. ഇത് ടെക്സ്റ്റിലെ ഫിഗർ കണ്ടിട്ട് ഞാനിത് എന്താണെന്ന് ചോദിക്കുമ്പോൾ പല സ്റ്റുഡൻസും പറയുന്നത് ഒരു ബീക്കറാണ്, അല്ലെങ്കിൽ ഒരു ജാറാണ്, അല്ലെങ്കിൽ കിഡ്നിയാണ്. വരച്ച് വരുമ്പോൾ ഇതൊക്കെ കിഡ്നിയുടെ ഷേപ്പാകും. ആക്ച്വലി ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൈപ്പിൻ്റെ കട്ട് വ്യൂ ആണ്. അവിടെ നിന്ന് നമ്മളൊരു ട്യൂബ് എടുത്തിട്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് സപ്പോസ് ഒരു സം 2 or 3 സ്റ്റോറി ബിൽഡിംഗ് നമ്മൾ അസ്യൂം ചെയ്യുക. അതിൻ്റെ മേളിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതാണ് ആ വാട്ടർ ടാങ്ക്. ഈ വാട്ടർ ടാങ്കിൻ്റെ ഇവിടെ നിന്ന് ഒരു പൈപ്പ് താഴോട്ട് വരുന്നുണ്ട്. ഈ പൈപ്പിൽ നിന്നാണ് നമ്മൾ വാട്ടർ താഴത്തെ ഗ്രൗണ്ട് ലെവലിലൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പൈപ്പിൽ നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? നമുക്കറിയാം വാട്ടർ ഇത്രയും ഫോഴ്സിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാവരും ഈ സിറ്റുവേഷൻ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഈവൻ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് PWൻ്റെ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വാട്ടർ ഫൗണ്ടൻ പോലെ പോകുന്നത് നമുക്ക് കാണാം. സോ ഇവിടെയും ഈ പൈപ്പ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം എന്ത് ചെയ്യും? ഒരു ഹൈറ്റ് വരെ ഒരു ഫൗണ്ടൻ പോലെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ട്യൂബ് എടുത്ത് മേളിലോട്ട് പൊക്കുന്നു. ആ വാട്ടറിൻ്റെ ആ ഹോളിൽ നിന്ന് തന്നെ പൊക്കിക്കഴിഞ്ഞാൽ ഈ ട്യൂബിൽ ഏതുവരെ വെള്ളം വരും? ഈ ടാങ്കിൽ ഏത് ഹൈറ്റിലാണോ വെള്ളം വരുന്നത് ആ ഹൈറ്റ് വരെ ഈ വെള്ളം മേളിലോട്ട് വരുന്നു. ഇഫ് ലോസസ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ, അത് സ്മോൾ ചേഞ്ചേ ഉള്ളൂ. സോ നമുക്കതിപ്പോൾ ഇല്ലാണ്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവൽ വരെയാണോ നമ്മുടെ വാട്ടർ ആ ടാങ്കിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അപ് ടു ആ ഹൈറ്റ് വരെ നമുക്ക് വെള്ളം ഇതിനകത്ത് കിട്ടും. ആ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെങ്കിൽ ഇപ്പോൾ ഈ ഒരു പൈപ്പിൻ്റെ കട്ട് വ്യൂ ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഈ പൈപ്പിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഒരു ട്യൂബ് ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വാട്ടർ ഇവിടെ നിന്ന് പോയി ഈ ട്യൂബിൻ്റെ ഏതുവരെ ഹൈറ്റ് റൈസ് ചെയ്യുന്നു? ഈ ട്യൂബ് ഈ പൈപ്പിൻ്റെ ഏത് ഹൈറ്റിൽ നിന്നാണോ, ഈ പൈപ്പിൽ ഏത് ടാങ്കിൽ നിന്നാണോ, ഏത് ഹെഡിൽ നിന്നാണോ വെള്ളം വരുന്നത് അതേ ഹെഡ് വരെ ഇതിന് മേളിലോട്ട് റൈസ് ചെയ്യും. ആ ഹെഡായിരിക്കും ആക്ച്വൽ ടാങ്കിൻ്റെ ഹെഡ്. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ഇതിനെ ഒരു അഡ്വാൻസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്കിപ്പോൾ എക്സ്പെരിമെൻ്റ് എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്താണ്? സപ്പോസ് ഇത് ഇത്രയും ഹൈറ്റിലുള്ള ഒരു ടാങ്കിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഇരിക്കുന്ന അത്രയും ഹൈറ്റിലോട്ട് ഒരു ട്യൂബ് മേളിലോട്ട് റൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോംപ്ലക്സ് ടാസ്ക്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇതിൻ്റെ ഹൈറ്റിലോട്ട് ഏണി വെച്ച് കയറി നോക്കേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് വി വിൽ യൂസ് മെർക്കുറി ആസ് ദി മാനോമെട്രിക് ഫ്ലൂയിഡ്. എന്തിന് നമ്മൾ മെർക്കുറി സെലക്ട് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ലാബിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ മാനോമീറ്റേഴ്സിലെല്ലാം നമ്മൾ റീഡിങ്ങിന് യൂസ് ചെയ്യുന്നത് മെർക്കുറിയാണ്. വൈ മെർക്കുറി ഈസ് സെലക്റ്റഡ്? ബിക്കോസ് മെർക്കുറിയുടെ ഡെൻസിറ്റി 13.6 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സോ വാട്ടർ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ എത്രയാണ്? 1 ആണ്. So mercury is 13.6 times denser than water. So what will happen? നമുക്കിവിടെ ഈ ടോട്ടൽ ഹെഡ് സപ്പോസ് 136 മീറ്റർ ആണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഇപ്പം മെർക്കുറിയാണ് ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മെർക്കുറിയെ നമ്മൾ മേളിലോട്ട് എടുക്കാനായിട്ട് ഇറ്റ് വിൽ ബി 10 മീറ്റർ ഹൈറ്റ്. അത് മെർക്കുറിയുടെ 10 മീറ്റർ ഹൈറ്റ് കറസ്പോണ്ട്സ് ടു വാട്ടറിൻ്റെ 136 മീറ്ററിലോട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഇതിനെ സ്കെയിൽ ഡൗൺ ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ഗ്രൗണ്ട് ലെവലിൽ തന്നെ നമുക്ക് മെർക്കുറിയുടെ ഡിസ്റ്റൻസിലോട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വി ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 13.6 സോ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഹെഡ് ഓഫ് വാട്ടർ. ക്ലിയർ? ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. സീ ദിസ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പൈപ്പ്. അപ്പോൾ ഈ പൈപ്പിനകത്ത് എത്രയോ പ്രഷറിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ ഈ പൈപ്പിനകത്തുള്ള വാട്ടർ പ്രഷർ എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ വാട്ടർ എടുത്തു ആൻഡ് ബാക്കി ഈ ട്യൂബിൽ നമ്മൾ മെർക്കുറിയാണ് ഇട്ടിരിക്കുന്നത്. സോ ഇതൊരു യു ഷേപ്ഡ് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒരു യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറയുന്നത്.
ആൻഡ് ഇത് ഈ ലെവലിലാണ് നമ്മുടെ മെർക്കുറി ഇരിക്കുന്നത്. സോ നമ്മൾ ഇതും ഈ രണ്ട് ലിംസ് ഇതിനെയാണ് നമ്മൾ ലിംസ് ഓഫ് മാനോമീറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ലെഫ്റ്റ് ലിംബ് ആൻഡ് ദിസ് ഈസ് അവർ റൈറ്റ് ലിംബ് ഓഫ് മാനോമീറ്റർ. ആൻഡ് ഈ പൈപ്പിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ആൻഡ് ഇവിടെയും ഫസ്റ്റ് സെപ്പറേഷൻ മെർക്കുറിയും വാട്ടറും കൂടെ വന്ന ഈ സെപ്പറേഷനിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക, XX. ദിസ് ഈസ് കോൾഡ് അവർ ഡേറ്റം ലൈൻ. അപ്പം ഈ ഡേറ്റം ലൈൻ എന്താണ് ചെയ്യുന്നത്? ഈ ഡേറ്റം ലൈൻ്റെ താഴെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഈ യു ഷേപ്പ് എന്ന് പറയുന്നത് ഇസ് എ സിമെട്രിക്കൽ ഷേപ്പ്. ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും ഉള്ള ഇത്രയും യു സെക്ഷൻ സെയിം ആയത് കാരണം ഇതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഈ പോർഷൻ നമ്മൾ കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യേണ്ട. ആൻഡ് ഫ്രം സെൻറ്റർ ഓഫ് പൈപ്പ് ടു ദിസ് ഡേറ്റം ലൈൻ H1 എടുക്കാം. ആൻഡ് ഫ്രം ദി ഡേറ്റം ലൈൻ ടു ദ പോയിൻറ്റ് വെയർ മെർക്കുറി ഫിനിഷസ് ആ ടോട്ടൽ ഹെഡിനെ നമുക്ക് H2 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള പ്രഷർ ഇൻ ദ പൈപ്പ് P ആണെങ്കിൽ നമുക്ക് അറ്റ് ഇക്വിലിബ്രിയം സ്റ്റേജ് നമ്മൾ പെട്ടെന്ന് ഈ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ മെർക്കുറിക്ക് വേരിയേഷൻ വന്ന് ഇതിനകത്ത് എത്ര പ്രഷറാണോ അതിന് റിലേറ്റഡ് ആയിട്ട് ഈ ഫ്ലൂയിഡ് വന്ന് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ചെയ്യുന്നത്. ആ കണ്ടീഷൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തിയെന്ന് പറയുന്നത്. ആൻഡ് വൺസ് ഇറ്റ് റീച്ചസ് ദിസ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ലെഫ്റ്റ് ലിംബിലെ പ്രഷറും റൈറ്റ് ലിംബിലെ പ്രഷറും ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. സോ ദാറ്റ് ഇവിടെ ഇപ്പം ലെഫ്റ്റ് ലിംബിൽ വരുന്ന പ്രഷേഴ്സ് ഏതൊക്കെയാണ്? ദ പ്രഷർ ഇൻസൈഡ് ദിസ് പൈപ്പ് P പ്ലസ് എ പ്രഷർ ഡ്യൂ ടു ഹൈറ്റ് H1. പ്രഷർ P is equal to എന്താണ് ഇക്വേഷൻ? ρgh. സോ ഫ്രം ദിസ് റിലേഷൻ H1 കാരണമുള്ള ഹൈറ്റ് കാരണം ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും? ഇപ്പം ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇവിടെ ρ1 ആണെങ്കിൽ ρ1 ഇൻറ്റു G ഇൻറ്റു H1 ഈസ് ദി ടോട്ടൽ പ്രഷർ ഇൻസൈഡ് ദിസ് ലെഫ്റ്റ് ലിംബ് ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു റൈറ്റ് ലിംബ് പ്രഷർ ഈസ് ρ2 ഇൻറ്റു G ഇൻറ്റു H2. അതായത് H2 പ്രഷർ ഇവിടെ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ വേറെ പ്രഷറൊന്നുമില്ല. ഈ ഹൈറ്റ് H2 കൊണ്ടുണ്ടാകുന്ന പ്രഷർ മാത്രമേ ഉള്ളൂ. H2 എന്ന് പറയുന്നത് ഒരു മെർക്കുറി ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി ρ1 ഈക്വൽ അല്ല, വേറെ സെപ്പറേറ്റ് ഫ്ലൂയിഡ് ആയത് കാരണം ദാറ്റ് ഇക്വേഷൻ ഈസ് ρ2 ഇൻറ്റു G ഇൻറ്റു H2. വേറെ H2 എന്ന് പറയുന്നത് എന്താണ്? ഈ മെർക്കുറിയുടെ ഹെഡ്. സോ ഈ ഇക്വേഷൻസ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് P ഈസ് ഈക്വൽ ടു ρ2G H2 മൈനസ് ρ1G H1 ഈസ് ദി പ്രഷർ ഇൻസൈഡ് ദി പൈപ്പ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഈ പൈപ്പിനകത്തുള്ള പ്രഷർ P കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ഫോർ അവർ ഗേജ് പ്രഷർ കണ്ടീഷൻ. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ inside the pipe is higher than the atmospheric pressure. And what happens if pressure inside this pipe is less than atmospheric pressure? That is vacuum pressure condition. So in vacuum pressure condition നമ്മൾ ഇവിടുത്തെ അതേ പൈപ്പ് തന്നെ കൺസിഡർ ചെയ്യുക. ഇതിനകത്തുള്ള പ്രഷറിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ ഇരിക്കുന്ന മെർക്കുറിയുടെ ലെവല് കുറയുന്നു, ഈ ലെഫ്റ്റ് ലിംബിലുള്ള മെർക്കുറിയുടെ ലെവല് റൈസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇവിടെ നേരത്തെ തന്നെ മെർക്കുറി സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ലെഫ്റ്റിലെക്കാട്ടിയും കുറവായിരിക്കും മെർക്കുറിയുടെ ലെവല്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇത് തീരുന്നതെങ്കിൽ എവിടെയാണ് നമ്മൾ ഡേറ്റം ലൈൻ വരയ്ക്കേണ്ടത്? ഡേറ്റം ലൈൻ മസ്റ്റ് ബി ഡ്രോൺ സോ ദാറ്റ് നമുക്ക് ആ യു സെക്ഷൻ്റെ താഴെ ഓൾമോസ്റ്റ് ഈക്വൽ സെക്ഷൻസ് കിട്ടണം. സോ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് മെർക്കുറിയിൽ നമ്മൾ ലൈൻ വരയ്ക്കുക ഡേറ്റം XX. സോ ദാറ്റ് ഈ യു സെക്ഷൻ ലെഫ്റ്റ് ലിംബ് റൈറ്റ് ലിംബുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ സെക്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, ഇതിവിടെ ഇല്ല. ആൻഡ് ഇവിടെ സെൻറ്റർ ഓഫ് ദി പൈപ്പ് തൊട്ട് ഈ ഫ്ലൂയിഡ് തീരുന്ന വരെയുള്ള ഈ ഹൈറ്റിനെ H1 എന്നും ഇത് ഇത്രയും നമുക്ക് H2 എന്നും എടുക്കാം. സോ ഇവിടുത്തെ പ്രഷർ P ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ വാട്ട് വിൽ ബി P പ്ലസ് ലെഫ്റ്റ് ലിംബിൻ്റെ കണ്ടീഷൻ എന്ത് വരും? P പ്ലസ് ഹൈറ്റ് H1 കാരണം എന്ത് വരും? ρ1G H1 പ്ലസ് ഇവിടെ തന്നെ മിക്സിംഗ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്. നമ്മൾ ടോട്ടൽ H1 പ്ലസ് H2 നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഡെൻസിറ്റി ഓഫ് ദിസ് ഫ്ലൂയിഡ് ആൻഡ് ദിസ് ഫ്ലൂയിഡ്സ് ആർ ഡിഫറെൻറ്റ്. സോ ρ1G H1 എന്ന് പറയുന്നത് ഈ ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന ഇത്രയും പ്രഷറും H2 എന്ന് പറയുന്നത് എന്താണ്? ρ2G H2 വിൽ ബി ഈക്വൽ ടു 0 ഹിയർ, ബിക്കോസ് ഇവിടെ ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ ആയത് കാരണം ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0, ഓർ the pressure inside this pipe will be equal to minus of ρ1G H1 plus ρ2G H2
or this minus indicates negative pressure, which is our vacuum pressure. അപ്പോൾ vacuum pressure എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അപ്പോൾ ഇതാണ് the two conditions of simple U-tube manometer, gauge pressure and vacuum pressure. And ഇതിനെ ബേസ് ചെയ്ത് to few problems നമുക്ക് ആദ്യം simple U-tube manometer വർക്കൗട്ട് ചെയ്യാം. Then we will go for differential manometer and inverted manometer. സോ നമ്മുടെ വർക്ക് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഫിഗർ തന്നിട്ടുണ്ട്. ഈ പ്രഷർ ഈ ലിമ്പിനകത്തുള്ള പ്രഷർ പി എ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഈ ടോപ്പ് സർഫസ് തൊട്ട് ഇവിടം വരെ ഉള്ള ഹൈറ്റ് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതുവരെ 20 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ആൻഡ് ഈ പൈപ്പിനകത്തൂടെ പോകുന്നത് വാട്ടർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ സം ഫ്ലൂയിഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് S = 0.9. അപ്പോൾ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം? പി എ പ്ലസ് ഇത് എസ് എന്ന് എടുക്കാം. ആ ഫ്ലൂയിഡിനെ നമ്മൾ എ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ SA × 1000, അതാണ് നമ്മുടെ റോ എ, ഇൻറ്റു 9.81 ഇൻറ്റു ഹെഡ് എത്ര വരും ഇവിടെ? നമുക്ക് വേണ്ടത് ഈ സെൻറ്റർ പോയിൻ്റ് തൊട്ട് ഡേറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഇത്രയും ഡിസ്റ്റൻസ് വിൽ ബി 8 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പം 8 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഇസ് 0.08 വിൽ ബി ഈക്വൽ ടു റോ ടു മെർക്കുറി ആണ്. ഇത് S 13.6 ആണ്. സോ ഡെൻസിറ്റി ഈസ് 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.2. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫൈൻഡ് പ്രഷർ പി എ 2.597 Nm/cm² എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സോ സി അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് എ കേസ് ഓഫ് വാക്വം പ്രഷർ. കാര്യം മെർക്കുറി ലെവല് ലെഫ്റ്റ് ലിംബിൽ ഇവിടത്തെ ഉള്ളതിനെക്കാട്ടി താന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ വാക്വം പ്രഷർ കണ്ടീഷൻ. ആൻഡ് ഇതിൽ നമുക്ക് ഓരോ ഹൈറ്റ് മാർക്ക്ഡ് ആണ്. സോ വി ക്യാൻ അപ്ലൈ ദി ഇക്വേഷൻ. ഇതിനകത്തുള്ള പ്രഷർ പി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ പി എ പ്ലസ് ρ1 is specific gravity of fluid is 0.8. So 0.8 into 1000 into 9.81 into അതിൻ്റെ ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ ആണ്, 0.15 പ്ലസ് 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.4 is equal to 0. So ഇത് സോൾവ് ചെയ്യുമ്പോൾ we can get PA as -5.454 Nm/cm². ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് Nm/m² കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് Nm/cm² എഴുതാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഈ ആൻസർ വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക. സിയർ തേർഡ് പ്രോബ്ലം. ഇത് നമ്മുടെ വർക്ക് ബുക്കിലെ തേർഡ് പ്രോബ്ലം ആണ്. ബെൻസാൽ ടെക്സ്റ്റിൽ 2.11 ആയിരിക്കും. ജസ്റ്റ് നോക്കുക, സെയിം എഡിഷൻ ഡിഫറൻസ് കാണും. സോ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് എ യൂട്യൂബ് മാനോമീറ്റർ യൂസ്ഡ് ഫോർ പ്രഷർ മെഷർമെൻറ്റ്. അതിൽ ഒരു ഭാഗത്ത് വാട്ടറാണ്, അത് റൈറ്റ് ലിംബിൽ മെർക്കുറിയാണ്, ലെഫ്റ്റ് ലിംബിലാണ് മെർക്കുറി വാട്ടറുമായിട്ടുള്ള കോൺടാക്റ്റ് വരുന്നത്. ഡിറ്റർമിൻ ദി പ്രഷർ ഓഫ് വാട്ടർ ഇൻ ദി മെയിൻ ലൈൻ ഓഫ് എ പൈപ്പ്. അതായത് ഒരു പൈപ്പിൻ്റെ മെയിൻ ലൈനിൽ പോകുന്ന പ്രഷർ കണ്ടുപിടിക്കുക. സോ അതിൻ്റെ ഹെൽപ്പിനായിട്ട് നമ്മളൊരു യൂട്യൂബ് മാനോമീറ്ററാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ വരയ്ക്കുക. ഈ മാനോമീറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദി ഡിഫറൻസ് ഇൻ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ ലിംസ് ഓഫ് യൂട്യൂബ് ഈസ് 10 സെൻറ്റിമീറ്റർ. അതായത് ഇതാണ് സെൻറ്റർ ഓഫ് പൈപ്പ്, ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഫ്രീ സർഫസ് ഓഫ് മെർക്കുറി വരുന്നത് ഈസ് ഇൻ ലൈൻ വിത്ത് ദി സെൻറ്റർ ഓഫ് പൈപ്പ്. അതായത് ഇതും ഒരേ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെർക്കുറി ഇവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ് ഡേറ്റം വരച്ചു കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് ഇതും സെയിം ആയിരിക്കുന്നത് കാരണം ബാക്കി ഇത്രയായിരിക്കും നമ്മുടെ വാട്ടർ ഇരിക്കുന്നത്. ഇതാ കണ്ടീഷനിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിൻ്റെ ഫിഗർ ഇതാണ്. ഇത് നമ്മൾ ആദ്യം ചെയ്ത് സിമ്പിൾ പ്രോബ്ലം പോലെ ഉള്ളൂ. ഇത് 10 ആണെങ്കിൽ ഇതും 10 ആണ് സെൻറ്റിമീറ്റർ. സോ പ്രഷർ പി എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇക്വേഷൻ PA പ്ലസ് ρ1gh1 is equal to ρ2gh2 or PA is equal to ρ2gh2 minus ρ1gh1 is equal to ρ2 എത്രയാണ്? മെർക്കുറിയാണ്. സോ 13.6 ഇൻറ്റു 1000 ഇൻറ്റു
9.81 into 0.1 minus 1000 into 9.81 into 0.1 will give 12,360 Newton per meter square as the pressure inside the pipe A. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മുടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് pressure of water in pipe is reduced to 9810, calculate the new difference in level of mercury. അതായത് ഈ പൈപ്പിനകത്ത് 12,000 സംതിങ് ഉണ്ടായിരുന്ന പ്രഷറിനെ നമ്മൾ 9810 ഡിക്രീസ് ചെയ്യുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇതിനകത്ത് പ്രഷർ കുറയുമ്പോൾ ഈ മെർക്കുറി ലെവൽ ഇവിടെ നിന്ന് താഴോട്ട് പോവും. ആ മെർക്കുറി എവിടെ കയറും? ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കയറും, ലെഫ്റ്റ് ലിംബിൽ. സോ സപ്പോസ് നമുക്ക് അറിഞ്ഞുകൂടാ എത്ര ക്വാണ്ടിറ്റിയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതെന്ന്. സപ്പോസ് ഒരു എക്സ് ക്വാണ്ടിറ്റി ഓഫ് മെർക്കുറി ഇവിടെ നിന്ന് ഇറങ്ങി ആൻഡ് ഇവിടെ ഈ ഒരു എക്സ് ക്വാണ്ടിറ്റി തിരിച്ച് കയറുകയും ചെയ്തു. സോ നമ്മുടെ ഇപ്പോഴത്തെ ലെവൽ ഡിഫറൻസ് ഇൻ മെർക്കുറി എവിടെയാണ് വരുന്നത്? ഈ പോയിന്റിലാണ് വരുന്നത്. സോ യു സെക്ഷൻ ഇപ്പോൾ കറക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഡേറ്റത്തിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. എത്ര ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എക്സ് ഇറങ്ങിയാൽ ഇവിടെ കയറിയത് എക്സ് ആണ്. സോ ദിസ് ഹൈറ്റ് ഇവിടെ എക്സ് കയറുകയും ചെയ്തു, ഇവിടെ നിന്ന് എക്സ് ഇറങ്ങുകയും ചെയ്തു, ഡേറ്റം ഷിഫ്റ്റായി. സോ ദാറ്റ് ഇവിടുത്തെ നെറ്റ് ഹൈറ്റ് എത്ര വരും? ഇപ്പോൾ 10 മൈനസ് എക്സ്. കാര്യം ഇത്രയും ഡിസ്റ്റൻസ് 10 ആയിരുന്നു, എക്സ് ഇങ്ങോട്ട് കയറിയപ്പോൾ എത്ര ഉണ്ടായി? അത് 10 മൈനസ് എക്സ് ആയി. ആൻഡ് ഇവിടെ എന്ത് സംഭവിച്ചു? ഡേറ്റും മേളിലോട്ട് എക്സ് കയറുകയും ചെയ്തു, ഇവിടെ നിന്ന് എക്സ് കുറയുകയും ചെയ്തു. സോ നെറ്റ് റിസൾട്ട് ഓഫ് ലെവൽ ഇൻ മെർക്കുറി ഇവിടെ എന്തായി? 10 മൈനസ് 2x ആയി. സോ മനസ്സിലാക്കുക, റൈറ്റ് ലിംബിൽ മെർക്കുറി ലെവൽ 10 മൈനസ് 2x ആയി, ലെഫ്റ്റ് ലിംബിൽ 10 ഉണ്ടായിരുന്നത് 10 മൈനസ് എക്സും ആയി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ ഫ്രെയിം ചെയ്യാം. ദാറ്റ് ഈസ് ഇപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 9810. സോ 9810 ഈസ് ഈക്വൽ ടു ρ2 ഈസ് 13.6 ഇൻറ്റു 1000 ഇൻറ്റു 9.81. ഹൈറ്റ് എത്രയായി? 10 മൈനസ് 2x മൈനസ് ρ1 ഈസ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു 10 മൈനസ് എക്സ്. സോ ഈ ടോട്ടൽ ഇക്വേഷനിൽ ദ ഓൺലി അൺനോൺ ഈസ് ഓക്കെ 10 അല്ല, നമ്മൾ 0.1 എടുക്കുക. 10 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടുന്നതും സെൻറ്റിമീറ്ററിലായി പോവും. സോ 0.1 മൈനസ് എക്സ് ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഇൻ മീറ്റേഴ്സിൽ കിട്ടും. 0.992 ഇൻറ്റു 10⁻⁻² മീറ്റേഴ്സ് എന്ന് കിട്ടും. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി ന്യൂ ലെവൽ ഡിഫറൻസ് ആണ്. ന്യൂ ലെവൽ ഡിഫറൻസ് എത്രയാണ്? എക്സ് അല്ല, 10 മൈനസ് 2x ആണ്. സോ ദറ്റ് ലെവൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 2 ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ അത് മീറ്ററിൽ എടുക്കണമെങ്കിൽ 0.1 മൈനസ് 2x, ഓർ അതിന് നമ്മൾ മൈനസ് ചെയ്തിട്ട് അതിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 8.016 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വിൽ സീ അബൌട്ട് എ ഡിഫറൻഷ്യൽ യൂട്യൂബ് മാനോമീറ്റർ. We can see about a differential manometer. അപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഡിഫറൻസ് ഇൻ പ്രഷറാണ് അവിടെ മെഷർ ചെയ്യുന്നത്. സി, ഇതൊരു പൈപ്പ്, ആൻഡ് ഈ പൈപ്പിൽ നിന്ന് നമ്മൾ വാട്ടർ എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ എടുത്ത് വേറൊരു പൈപ്പിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സോ ഈ ഒരു പൈപ്പ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ഫ്ലൂയിഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പൈപ്പ് എ, പൈപ്പ് ബി. ഇപ്പോൾ പൈപ്പ് എക്കും ബിക്കും അകത്ത് 2 ഡിഫറെൻറ്റ് ഫ്ലൂയിഡ്സ് ആണ് ഉള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രഷർ മെഷർമെൻറ്റിനായിട്ട് നമ്മൾ മെർക്കുറിയാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. സോ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് നമ്മളിവിടെ ഏത് യൂസ് ചെയ്യുന്നു? ട്യൂബിനകത്ത് മെർക്കുറി യൂസ് ചെയ്യുന്നു. സോ ഇൻ ടോട്ടൽ ദർ ആർ 3 ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഇതിനെ ലെഫ്റ്റ് ലിംബ് റൈറ്റ് ലിംബ് ആക്കാം. ഇവിടം വരെയാണ് നമ്മുടെ ഡേറ്റ വരുന്നത് XX. സോ ദാറ്റ് ഈ യു സെക്ഷൻ താഴോട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ആൻഡ് ഫ്രം ദി സെൻറ്റർ ഓഫ് പൈപ്പ് നമ്മൾ ഇതിൻ്റെ ഹൈറ്റിന് H1 എന്നും ഡേറ്റം വരെ ഉള്ളതിന് H2 എന്നും ഇതിൻ്റെ സെൻറ്റർ തൊട്ട് നമ്മൾ ഡേറ്റം വരെ നമുക്ക് H3 എന്നും എടുക്കാം. സോ പ്രഷർ ഇൻ പൈപ്പ് എ എന്ന് പറയുന്നത് എന്താണ്? PA പ്ലസ് H1 കാരണം ഉണ്ടാകുന്നത് എന്താണ്? ρ1G H1
പ്ലസ് H2 ഫ്ലൂയിഡ് കാരണം ഉണ്ടാകുന്ന പ്രഷർ ρ2g H2 ഈസ് ഈക്വൽ ടു റൈറ്റ് ലിംബിലുള്ള പൈപ്പ് ബിയുടെ പ്രഷർ PB പ്ലസ് ρ3g H3. സോ ഈ ഇക്വേഷനാണ് നമ്മുടെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ. ആൻഡ് ഇതിൽ നിന്ന് നമുക്ക് PA മൈനസ് PB കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ പൈപ്പ് A ആൻഡ് പൈപ്പ് B ഈസ് ഈക്വൽ ടു ρ3g H3 മൈനസ് ρ2g H2 മൈനസ് ρ1g H1. ഇങ്ങനെ നമുക്ക് ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ ടു ലിംസ് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് ഇഫ് ഏതെങ്കിലും ഒരു പൈപ്പിനകത്തുള്ള പ്രഷർ നോൺ ആണെങ്കിൽ നമുക്ക് മറ്റേ പൈപ്പിൻ്റെ പ്രഷറും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷനാണ് ഇൻവേർട്ടഡ് മാനോമീറ്റർ. സോ ഇൻവേർട്ടഡ് മാനോമീറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 3 ഫ്ലൂയിഡ്സ് ഉണ്ട്. പക്ഷേ ഈ യൂട്യൂബ് എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാം സിമിലർ കട്ട് സിറ്റുവേഷൻ ആണ്. ഡേറ്റം വരയ്ക്കുക, ഇവിടെയും നമ്മൾ ഒബ്സർവ് ചെയ്യുക, ഈ പോയിന്റിൽ ഒബ്സർവ് ചെയ്യുക. അപ്പം ഇവിടെയാണ് ലോവസ്റ്റ് ലെവൽ ഓഫ് മെർക്കുറി വരുന്നത്, അവിടെ നമുക്ക് ഡേറ്റം വരയ്ക്കാം XX. സോ ഇതിന് മേളിലോട്ടുള്ള പോർഷൻ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഇതിനകത്തുള്ള പ്രഷർ PAയും ഇതിനകത്തുള്ളത് PBയും. ആൻഡ് ഇവിടെയാണ് ഫസ്റ്റ് സെപ്പറേഷൻ വരുന്നത്. സോ ഫ്രം ദി സെൻറ്റർ ഓഫ് പൈപ്പ് ടു ദി ഫസ്റ്റ് സെപ്പറേഷൻ H1ഉം മെർക്കുറി തീരുന്ന അത്രയും H2ഉം ഇതിൻ്റെ സെൻറ്റർ തൊട്ട് ഡേറ്റം ലൈൻ വരെ നമുക്ക് H3 ആയിട്ടും എടുക്കാം. സോ ഇതിനകത്ത് ലെഫ്റ്റ് ലിംബിലും റൈറ്റ് ലിംബിലും പ്രഷേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിംബിൽ എന്ത് വരും, PA മൈനസ് ρ1g H1 മൈനസ് ρ2g H2 ഈസ് ഈക്വൽ ടു PB മൈനസ് ρ3g H3. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ മൈനസ് എടുത്തു? ഇവിടെ ബിക്കോസ് ഇതിൽ നിന്നുള്ള പ്രഷറാണ് താഴോട്ട് വെളിയിലോട്ട് പോകുന്നത്. സോ ദാറ്റ് ഇതിനകത്തെ പ്രഷറാണ് ആക്ച്വലി ρ1g H1ഉം ρ2g H2ഉം. അത് നമ്മൾ ആഡ് ചെയ്തെടുത്തു. ബട്ട് ഈ പൈപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രഷേഴ്സ് ഇതിനകത്തോട്ട് എക്സേർട്ടിങ് ആണ്. സോ ദ ആക്ച്വൽ പ്രഷർ ഇൻ പൈപ്പ് A വിൽ ബി മൈനസ് ദിസ് പ്രഷർ ആൻഡ് ഇവിടെ എന്തായിരിക്കും മൈനസ് ദിസ് എമൗണ്ട് ഓഫ് പ്രഷർ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ ഡിഫറൻസ്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂ പ്രോബ്ലംസ് ജസ്റ്റ് ഈ ഇക്വേഷൻ ഇതുപോലെ അപ്ലൈ ചെയ്താൽ മതി. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ഈ ഡയഗ്രാംസ് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റണം. ചില ക്വസ്റ്റ്യൻസിൽ യൂണിവേഴ്സിറ്റിക്ക് ഡയലോഗ്സ് മാത്രമേ തരുവുള്ളൂ, ഫിഗർ ഉണ്ടാകത്തില്ല. അപ്പോൾ ഫിഗർ തരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഫിഗർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നിന്ന് കറക്റ്റ് ഈ ഫിഗർ ഇതുപോലെ വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ സോൾവ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് അല്ല. സോ നന്നായിട്ട് ഇതിൻ്റെ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക വർക്ക് ബുക്കിലുള്ളത്. നെക്സ്റ്റ് വി വിൽ സീ അബൌട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ്.